ഒരിക്കൽ മേവാർ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഈ സിറ്റി. ഭാരതത്തിന്റെ തന്നെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ വളരെ പ്രസിദ്ധമായ ഒരു സിറ്റിയാണ്. മാത്രമല്ല ലേക്കുകളുടെ സിറ്റി എന്നും പാലസുകളുടെ സിറ്റി എന്നും അറിയപ്പെടുന്ന ഈ സിറ്റി മഹാറാണ ഉദയ് സിംഗ് രണ്ടാമൻ 1559 കണ്ടെത്തിയിട്ടുള്ളതാണ്. ആരവല്ലി മലനിരകളാൽ ചുറ്റപ്പെട്ടതും മോസ്റ്റ് റൊമാൻറ്റിക് സ്പോട്ട് ഓൺ ദി കോണ്ടിനെന്റ് ഓഫ് ഇന്ത്യ എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞ ഈ സിറ്റി ഇന്ത്യയിലെ തന്നെ ഒരുപാട് ചരിത്രമുറങ്ങി കിടക്കുന്ന മനോഹരമായ പാലസുകളും ലേക്കുകളും നിറഞ്ഞ ഒരു പുരാതനമായ സിറ്റിയാണ് ഉദയ്പൂർ. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ഉദയ്പൂരാണ്. ഉദയ്പൂര് നമ്മുടെ 2 ദിവസത്തെ പ്ലാനാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാനാണ് ഈ വീഡിയോ. മനുഷ്യന്മാർക്ക് നടക്കാൻ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ഉദയ്പൂരിനുള്ള യാത്ര തുടങ്ങിയത്. ബാംഗ്ലൂരിൽ നിന്ന് മുംബൈ വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ ഉദയ്പൂർ എത്തിയത്. ഉദയ്പൂർ ഏകദേശം 7 മണിയായപ്പോൾ ഞങ്ങൾ എത്തി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മുകളിൽ തന്നെയുള്ള റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലാണ് ഡിന്നർ കഴിക്കുന്നത്. അപ്പം ഇന്ന് വേറെ പ്ലാനുകളൊന്നുമില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ട് വേണം നാളത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി തയ്യാറാവാൻ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ജഗദീഷ് ടെമ്പിൾ ആണ്. ജഗദീഷ് ടെമ്പിൾ ഉദയ്പൂരിൻ്റെ തന്നെ ഒത്ത നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ടെമ്പിളാണ്. ഓൾഡ് സിറ്റിയിലാണ് ജഗദീഷ് ടെമ്പിൾ ഉള്ളത്. 32 സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ടെമ്പിളിലെത്താൻ. മാത്രമല്ല ഈ ടെമ്പിള് നല്ല ഉയരത്തിലാണ്, ഒരു ടെറസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ ടെമ്പിൾ പണിതിരിക്കുന്നത് കല്ലുകൊണ്ടാണ്. അപ്പോൾ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള ഒരുപാട് ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സമയം കൊണ്ട് പണിതെടുത്ത ഒരു അമ്പലമാണ്. 1651 ഈ ടെമ്പിൾ സ്ഥാപിതമായത്, അല്ലെങ്കിൽ പണി കഴിപ്പിച്ചത്. അപ്പോൾ ഉദയ്പൂരിൻ്റെ ഓൾഡ് സിറ്റിയുടെ ഒരു മെയിൻ ജംഗ്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പാലസിലേക്കും ലേക്കിലേക്കും ഒക്കെ പോകുന്ന റോഡുകളുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് പാലസിലേക്കാണ്. കാരണം രാവിലെ തന്നെ പോയാൽ തിരക്ക് കുറവായിരിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഉദയ്പൂർ പാലസാണ്. ഉദയ് സിംഗ് വേട്ട ചെയ്ത് ഒരു മുയലിനെ കൊന്ന ആ സ്ഥലം പുള്ളി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഉദയ്പൂർ സിറ്റി പാലസിലേക്കാണ്. ഏകദേശം 400 വർഷം പഴക്കമുള്ള ഒരു പാലസാണിത്. 1553 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. Because there is a holy person, there is a smoke, he goes there, holy person name is the Premgiri Goswami. He was blessed him. If you build your palace here, your journey shall go up by up. So they started the palace in 1559. Now this is the oldest part of palace. Okay. This area called Rayan, Royal Courtyard, because this area used for the coronation. So we have the new king coronation here. Uday Singh came here in 1559. First they saw the smoke on this mountain, and he was meeting with the holy person.
holy person blessed him. They all started the palace. First they met the temple of holy person. So there are two statues inside. One is the holy person Premgiri Goswami, and second statue is the Lord Vishnu. All around the mountain, and this pond used for the holy function. King used play holy here. So this area built in 1699 by the Mahana Amar Singh. So the name of area the Amar Vilas Mahal. രാജവംശത്തിൻ്റെ ആദ്യത്തെ തലസ്ഥാനം ചിറ്റോറായിരുന്നു. പിന്നീട് 1537 അവർക്ക് മുഗൾസുമായിട്ടുള്ള ഫൈറ്റിൽ അല്ലെങ്കിൽ വാറിൽ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഉദയ് സിംഗ് രണ്ടാമൻ ലേക്ക് പിച്ചോളയുടെ അടുത്ത് ഒരു പുതിയ ക്യാപിറ്റൽ വേണമെന്ന് തീരുമാനിക്കുകയും ഇവിടെ ഈ പാലസ് പണിയുകയും ചെയ്തത്. ഈ തലമുറയിലുള്ള അവകാശികൾ ഇപ്പോഴും ഈ പാലസിൻ്റെ ഒരു ഭാഗത്താണ് താമസിക്കുന്നത്. അവിടേക്ക് പബ്ലിക്കിനെ അലോ ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം പാലസൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് കണ്ട ശേഷം തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അവിടെ നിന്നിട്ട് ഞങ്ങൾ ഒരു ഹാത്തിപോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി കുറച്ച് പർച്ചേസൊക്കെ നടത്തണം. അതിനുശേഷം വേണം നമ്മൾക്ക് വൈകിട്ട് പിച്ചോള ലേക്കിൽ സൺസെറ്റ് കാണാൻ പോകാൻ. അപ്പോൾ ബോട്ടിംഗ് റൈഡൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈകിട്ടാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഷോപ്പിംഗ് ഒക്കെ ചെയ്ത ശേഷം ഞങ്ങൾ പിച്ചോള ലേക്കിൽ ബോട്ടിങ്ങിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം കറക്റ്റ് സമയത്ത് തന്നെ എത്തി. സൺസെറ്റ് നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് കുറച്ചും കൂടി നേരത്തെയാണ് ഈ സമയത്ത് രാജസ്ഥാനിൽ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഞങ്ങൾ നേരത്തെ തന്നെ എത്തി. അപ്പോൾ ഇതൊരു സാധാ ബോട്ടാണ്, നമുക്കൊരു ബാക്കിലത്തെ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ എന്നാലും ഈ സമയത്ത് നല്ല തിരക്കുള്ള സമയമാണ്, അതായത് വൈകുന്നേരങ്ങളിൽ പിച്ചോള ലേക്കിൽ ബോട്ടിങ് ഒരു സ്പെഷ്യാലിറ്റി തന്നെ ആയതുകൊണ്ട് ഈ സമയത്ത് നല്ല ക്രൗഡ് ഉണ്ടാവും. അപ്പം അത് നേരത്തെ വന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് സൺസെറ്റ് സമയത്ത് നമുക്ക് ബോട്ടിലുണ്ടാവും, പറ്റിക്കൊള്ളണമെന്നില്ല. ഈ ലേക്ക് പിച്ചോളയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. അതായത് ഇത് തന്നെ ഉണ്ടായതല്ല, പക്ഷെ ഡാം പണിത് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ലേക്കാണ്. ഇത് ആക്ച്വലി ഡ്രിങ്കിങ് വാട്ടറിനും ഇറിഗേഷനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് പണിതത്. ഈ ലേക്കിൽ 2 ഐലൻഡുകളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ജഗ് നിവാസ്, പിന്നുള്ളത് ജഗ് മന്ദിർ. ജഗ് നിവാസിലാണ് താജ് ലേക്ക് പാലസ് ഉള്ളത്, ആ വൈറ്റ് കളർ ബിൽഡിംഗ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് ജഗ് നിവാസ്, അവിടെയാണ് താജ് ലേക്ക് പാലസ് ഹോട്ടൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഈ കാണുന്നതാണ് നമ്മൾ ആദ്യം കണ്ട ഉദയ്പൂർ സിറ്റി പാലസ്. പിന്നെ ഉള്ള ഒന്നാണ് ജഗ് മന്ദിർ, അവിടെയും ഒരു പാലസ് ആണുള്ളത്. അപ്പോൾ ഈ ലേക്ക് പിച്ചോളയിലുള്ള സൺസെറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ സൺസെറ്റ് കാണുന്നത് ഒന്നെങ്കിൽ ബീച്ചുകളിലായിരിക്കും, അല്ലെങ്കിൽ മൗണ്ടൻസിലേക്കായിരിക്കും. ഇത് രണ്ടും കൂടിച്ചേർന്ന രീതിയിലുള്ള ഒരു സൺസെറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഒരു വാട്ടർ ബോഡി ഉണ്ട്, അത് മാത്രമല്ല ഒരു മൗണ്ടൻസും ഉണ്ട്. അതിലേക്കാണ് ആക്ച്വലി സൺസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് സൺസെറ്റ് കാണാൻ. ഭാഗ്യത്തിന് ഇന്ന് ക്ലൗഡ്സ് ഒന്നും ഉണ്ടായില്ലാത്തത് കൊണ്ട് നല്ല രീതിയിലുള്ള സൺസെറ്റിനെ നമുക്ക് കാണാൻ സാധിച്ചു. നമ്മളിപ്പോൾ ദൂരെ മലയുടെ മുകളിൽ കാണുന്നതാണ് സജ്ജൻഗഡ് പാലസ് അല്ലെങ്കിൽ മൺസൂൺ പാലസ്. മൺസൂൺ ക്രൗഡ്സിനെ നിരീക്ഷിക്കാൻ വേണ്ടി രാജാവ് പണി കഴിപ്പിച്ച ഒരു പാലസ് ആണത്. അപ്പം നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നാളെ അവിടെ പോകാനാണ്. ഈ കാണുന്നതാണ് ജഗ് മന്ദിർ. ഇതും ലേക്കിൽ പിച്ചോളയിലുള്ള ഒരു പാലസ് ആണ്. അപ്പോൾ സൺസെറ്റ് ഏകദേശം കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ സൺസെറ്റും കണ്ട് ഞങ്ങളുടെ ബോട്ടിംഗ് ഏകദേശം തീരാറായി. നമ്മൾ ചോള ലേക്കിൻ്റെ അടുത്താണ്. ചോള ലേക്കിൻ്റെ ചുറ്റുഭാഗത്തായിട്ടുള്ള എല്ലാ പാലസുകളും, രാവിലെ പോയ സിറ്റി പാലസ്, പിന്നെ താജ് ലേക്ക് പാലസ്, പിന്നെയുള്ള ജഗ്മന്ദിർ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ബോട്ടിങ് പോയിരുന്നു. അപ്പോൾ ബോട്ടിങ്ങിനെ കണ്ടത് അതൊക്കെയാണ്. ഇത് ദൂത് തലായി എന്ന് പറയുന്ന വേറൊരു ലേക്കാണ്. ലേക്ക് പിച്ചോളയുടെ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ലേക്കാണ്. ഇതും രാത്രിയായി കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് കാണാൻ. ഒരുപാട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ലേക്ക് പിച്ചോള ആക്ച്വലി സൺസെറ്റ് കഴിഞ്ഞിട്ട് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. കളർ ഏകദേശം ഒരു പിങ്ക് കളറാവും. മാത്രമല്ല എല്ലാ ലൈറ്റും തെളിയുന്നതുകൊണ്ട് തന്നെ വളരെ ഭംഗിയാണ് അത് കാണാൻ. അതിനുശേഷം ഞങ്ങൾ പോയത് രാജസ്ഥാനിലെ തന്നെ പ്രമുഖമായ കലാരൂപങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു വേദിയിലേക്കാണ്. आज हम आपको दिखाने जा रहे हैं देवी अम्बा और राक्षस महिषासुर के बीच की युद्ध का। അത് കഴിഞ്ഞ് ഞങ്ങളെത്തിയത് അംബ്രായ് ഘാട്ടിലേക്കാണ്. സിറ്റി പാലസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഘാട്ടാണ് അംബ്രായ് ഘാട്ട്. ഇവിടെ ഒരു ദേവീ ക്ഷേത്രമാണുള്ളത്. മാത്രമല്ല അതിൻ്റെ മുന്നിലായിട്ട് പടിക്കെട്ടുകളും, മാത്രമല്ല അതിന് സൈഡായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഒരു കല്യാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉദയ്പൂർ വരാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഉദയ്പൂർ വരില്ലായിരുന്നു. വന്നപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഉദയ്പൂർ. അധികം ടൂറിസ്റ്റ് അല്ല, അങ്ങനെയല്ല, ടൂറിസ്റ്റുകൾ എന്ന് വെച്ചാൽ അധികം തിരക്കില്ല. ബാക്കി ഡൽഹിയൊക്കെ പോലെ അല്ലെങ്കിൽ ജയ്പൂരൊക്കെ പോലെ അധികം തിരക്കില്ല. നമുക്കെല്ലാം സമാധാനമായിട്ട് പോയി കണ്ട് എല്ലാം അടുത്തടുത്താണ്. എല്ലാ കാണാനുള്ള സ്ഥലങ്ങളും ചിലപ്പോൾ നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അങ്ങനെ പോരാത്തിന് വളരെ നല്ല ആംബിയൻസും ആണ്. ആക്ച്വലി ടെമ്പറേച്ചർ വൈസ് ആണെങ്കിലും ഈ മാസങ്ങൾ, നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ നല്ല തണുപ്പുള്ള സമയം കൂടിയാണ്. അപ്പോൾ ഒരു മൂന്നാറിൽ ഒരു എന്താ പറയുക, ഒരു വെനീസ് എൻ്റെ ഒരു ലുക്ക് ഉണ്ട് ആക്ച്വലി. ഞാൻ വെനീസ് കണ്ടിട്ടില്ലെങ്കിലും ഒരു വെനീസിൻ്റെ ഒരു ലുക്കുള്ള ഒരു പ്രദേശമാണ്. അങ്ങനെ അവിടെ
അവിടെ കുറച്ച് നേരം ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ റൂമിലേക്ക് പോകുന്ന വഴി നമുക്ക് കാണാം ഒരുപാട് ഷോപ്സ് ഉണ്ട്. എല്ലാം ടൂറിസ്റ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഷോപ്പുകളാണ്. റെസ്റ്റോറൻറ്റ്സും ഒരുപാടുണ്ട്. എല്ലാം മോസ്റ്റ്ലി വെജിറ്റേറിയൻ ഹോട്ടൽസാണ്. പിന്നെ ഞങ്ങൾ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലേക്കിൻ്റെ സൈഡിലായിട്ട് കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഞങ്ങൾ കണ്ടു. അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ പോയി കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ റൂമിലേക്ക് പോവാണ് ഉണ്ടായത്. അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.